ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എളുപ്പത്തിനൊരു മോരുകറി വെക്കാം. പെട്ടെന്ന് ഒരു വിരുന്നുകാർ വന്നാൽ എളുപ്പത്തിന് നമുക്ക് ഇച്ചിരി തൈരുണ്ടെങ്കിൽ എളുപ്പത്തിനൊരു മോരുകറി നമുക്കിന്ന് ഉണ്ടാക്കാം. അടുപ്പ് കത്തിച്ചു. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് വേണ്ട സാധനങ്ങൾ: 2 പച്ചമുളക്, ശകലം ജീരകം, ഇച്ചിരി ഉലുവ, 2 വറ്റൽമുളക്, ഇച്ചിരി കറിവേപ്പില, പിന്നെ കടുക്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം, ഉപ്പും, ഇത്രയും സാധനം മതി. അപ്പം ഞാൻ ആദ്യം കടുക് അങ്ങോട്ട് ഇടുക. കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് പച്ചമുളക്, വറ്റൽമുളക്, ജീരകം, ഉലുവ, ഇത്രയും സാധനം, പിന്നെ ലാസ്റ്റ് കറിവേപ്പില, ഇത്രയും സാധനങ്ങളിട്ട് മൂക്കുന്നുണ്ടെന്ന് നല്ല കൊഴുത്ത തൈര്. ആ തൈരിലോട്ട് മഞ്ഞൾപ്പൊടി ഇടും. ഉപ്പും ഇട്ടു. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. പച്ചമുളക് എരിവിന് വേണ്ടിയാണ്. നല്ലപോലെ പൊട്ടുന്നിടന്ന് എളുപ്പമാണ്. ഒരു 5 മിനിറ്റ് മതി. മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ ഇച്ചിരി ഇടാം. മഞ്ഞ കളർ വേണം. ഇതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. തൈരിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചാലില്ല. നമ്മൾ കുറേ പാലൊഴിച്ച് നമ്മൾ തൈര് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലില്ല. പിന്നെ പുളി കൂടുതലാണേ ഒരു കാര്യം ചെയ്യണം. ഇച്ചിരി തേങ്ങ നല്ലപോലെ അരച്ചിട്ട്, ഒരു ചുവന്നുള്ളിയും ഇച്ചിരി ജീരകവും കൂടി ചേർത്ത് നല്ലപോലെ അരയ്ക്കണം. അരച്ചിട്ട് ഇതിനകത്ത് ചേർത്ത്, പുളി ഒത്തിരി കൂടുതലാണ്, ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ നോക്കട്ടെ, ഉപ്പ് കുറവാണ്, ഇച്ചിരി ഒഴിക്കും. തിളയ്ക്കരുത്, മോരുകറി തിളയ്ക്കരുത്, ചൂടാക്കാൻ പെട്ടെന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിളയ്ക്കരുത്. ആവി വരണം. ആവി വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. തേങ്ങ അരയ്ക്കാത്തതാണ്. ഇത് വെറും തൈര് മാത്രം ഉടച്ച് കറി വെക്കുന്നത്. തേങ്ങ അരച്ച്
അങ്ങനെ ഇതിന് വലിയ പുളിയില്ലാത്ത. അപ്പം റെഡിയായി, മോരുകറി റെഡിയായി. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. അടുത്തൊരു വീഡിയോയുമായിട്ട് ബായ്.